ശ്രീത്ത്, ഇപ്പോൾ പാലക്കാട് വിചിത്രമായ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ സന്ദീപ് വാര്യര് കോൺഗ്രസിലേക്ക് ചെന്നപ്പോൾ കോൺഗ്രസ്സുകാരങ്ങ് നിലവിട്ടു മറന്നു, പക്ഷെ കാര്യങ്ങളെല്ലാം കൈവിട്ടു. ഇപ്പൊ അവർക്ക് ഒരു തിരിച്ചടിയാണ് പാലക്കാട് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം പാണക്കാട് കുടുംബത്തിലേക്ക് പോയി അവിടെ അവരുമായിട്ടൊരു അവരാണ് മതേതരത്തിൻ്റെ ഇടപാടുകാർ എന്നുള്ള രീതിയിലുള്ള സന്ദീപിൻ്റെ വർത്തമാനം അത് കോൺഗ്രസിന് തന്നെ തിരിച്ചടിയായി തീർന്നിരിക്കുകയാണ്. അതിനിപ്പോൾ പാലക്കാട് വോട്ടെടുപ്പ് ദിവസം അടുത്തിരിക്കുകയാണ്. എന്തായിരിക്കും സംഭവിക്കുന്നതെന്ന് ശ്രീയത്തിന് ഒരു വിലയിരുത്തലുണ്ടല്ലോ. സാറേ, ഈ രാഷ്ട്രീയം വളരെ രസകരമാണല്ലേ. കാരണം അത് പെട്ടെന്നായിരിക്കും മാറി മറിയുന്നത്. അതുപോലെയായിരുന്നു ഈ പാലക്കാട് സംഭവിച്ചത്. ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, കഴിഞ്ഞ ഘട്ടത്തിലായിരുന്നു. ആ സമയവും രാഹുൽ മാങ്കൂട്ടത്തിലായിരുന്നു ഒരു മുൻതൂക്കമുണ്ടായിരുന്നത്. അതിനിടയിലാണ് സന്ദീപ് വാര്യറിന്റെ കാലുമാറ്റം. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ ഉപതെരഞ്ഞെടുപ്പിന് ഞാൻ പറഞ്ഞ വയനാടിനും ചേലക്കരയ്ക്കും മുമ്പ് അവിടെ BJPയുടെ അവസ്ഥ വലിയ പ്രതിസന്ധിയിലായിരുന്നു. തുടക്കം മുതൽ തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോയപ്പോൾ തന്നെ എല്ലാവരും പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഇനി വരാനിരിക്കുന്നത് വലിയ യുദ്ധത്തിന് സമാനമായ ഒരു വലിയ തിരഞ്ഞെടുപ്പായിരിക്കും. കാരണം മറ്റു മണ്ഡലങ്ങളെ പോലെയല്ല, കേരളത്തിൽ ആകെ വിരലിൽ എണ്ണാവുന്ന മണ്ഡലങ്ങളിലായിരിക്കും BJP വളരെ ശക്തമായ മത്സരം കാഴ്ചവെക്കുന്നത്. അത്തരത്തിലൊരു മണ്ഡലമാണ് പാലക്കാട്. അവിടെ തുടർച്ചയായുള്ള തെരഞ്ഞെടുപ്പുകൾ BJP 2ാം സ്ഥാനം വരുന്നു. അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ 2ാം സ്ഥാനം, ലോക്സഭയിൽ വളരെ വലിയ മുന്നേറ്റം ഉണ്ടാക്കുവാൻ ആ മണ്ഡലങ്ങളിൽ കഴിയുന്നു. അതോടൊപ്പം തന്നെ അവിടുത്തെ മുനിസിപ്പാലിറ്റിയും തുടർച്ചയായി തന്നെ ഭരിക്കുന്നത് BJP ആണ്. അത് സന്ദീപ് വാര്യന്റെ മറ്റൊരു കഥ പറയാം. പണ്ട് മുനിസിപ്പാലിറ്റി വിജയത്തിന് പിന്നാലെ ജയ് ശ്രീറാം എന്ന് എഴുതിയ ഒരു ചിത്രവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം ഉണ്ടായിരുന്നു. അന്നെല്ലാം അതിനെ ഏറ്റവും അധികം പ്രതിരോധിച്ച ഒരു നായകനായിരുന്നു സന്ദീപ് വാര്യർ. സന്ദീപ് വാര്യർ പറഞ്ഞു, ഇത് കേരളത്തിലെ ഗുജറാത്താണ് പാലക്കാട്. 2ാമത്തെ തവണയും, അതും 2015 തെരഞ്ഞെടുപ്പിൽ വോട്ട് സീറ്റും വർദ്ധിപ്പിച്ചാണ് 2020 ആ മുനിസിപ്പാലിറ്റിയിൽ BJP അധികാരത്തിലേക്ക് വരുന്നത്. അത്തരത്തിൽ BJPക്ക് വലിയ സ്വാധീനം ഉണ്ടായിരുന്ന മണ്ഡലത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നാം എല്ലാം പ്രതീക്ഷിച്ചിരുന്നത് ശോഭാ സുരേന്ദ്രനായിരുന്നു. ശോഭാ സുരേന്ദ്രൻ അവിടെ ഉറപ്പായി ഉണ്ടാകുമെന്ന തരത്തിലായിരുന്നു നാം പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ഈ ഉപതെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച് കേരളത്തിലുള്ള 2 കേന്ദ്രമന്ത്രിമാർക്കും അവിടെയാണ് സ്വീകരണം നൽകിയത്. പാലക്കാട് മണ്ഡലത്തിൽ വെച്ചായിരുന്നു ജോർജ് കുര്യനും അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്ക് സ്വീകരണം നൽകിയത്. ആ യോഗത്തിൽ തന്നെ ഏറ്റവും അധികം അവതരിപ്പിക്കപ്പെട്ടത്, ജനങ്ങൾക്ക് മുന്നിൽ വച്ചത് ശോഭാ സുരേന്ദ്രനെയാണ്. അങ്ങനെ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ആ മണ്ഡലത്തിൽ ഉറപ്പായി നിൽക്കുമെന്ന് മാധ്യമങ്ങളും അതോടൊപ്പം തന്നെ പാലക്കാട്ടെ ജനങ്ങൾ വരെ വിശ്വസിച്ചിരുന്ന ഒരു സമയത്തായിരുന്നു ഈ പാർട്ടിയിൽ 2 മേഖലയായി തിരിയും പോലെ 2 തർക്കമുണ്ടാകുകയാണ്. ഒരു വിഭാഗം പ്രാദേശികമായി ഈ കൃഷ്ണകുമാറിനും കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ള നേതൃത്വം, സുരേഷ് ഗോപി ശോഭാ സുരേന്ദ്രന് അനുകൂലമായി കത്തെഴുതുന്ന ഒരു അവസരം വരെ ഉണ്ട്. ദേശീയ നേതൃത്വത്തോട് ഈ ശോഭാ സുരേന്ദ്രനെ ഇവിടെ മത്സരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തെഴുതുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രന് പാലക്കാട് മണ്ഡലത്തിൽ വളരെ വലിയ സ്വാധീനമുണ്ട്. കാരണം 2016 തെരഞ്ഞെടുപ്പിൽ അന്ന് A ക്ലാസ് മണ്ഡലമൊന്നുമല്ല, ചെറിയ രീതിയിൽ 24,000-ലധികം വോട്ടുണ്ടായിരുന്ന ഒരു പ്രദേശത്ത് 2016 ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്നു. അന്നായിരുന്നു ചരിത്രത്തിൽ ആദ്യമായി പാലക്കാട് മണ്ഡലത്തിൽ BJPക്ക് 2ാം സ്ഥാനം നേടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ 2ാം സ്ഥാനം 1ാം സ്ഥാനമാക്കി ഉപതെരഞ്ഞെടുപ്പിൽ മാറ്റാൻ കഴിയുമെന്ന് ശോഭാ സുരേന്ദ്രനെ അനുകൂലിക്കുന്ന നേതാക്കൾ തന്നെ അവിടെ ഉറച്ചു വിശ്വസിച്ചിരുന്നു. അവർ തന്നെ അതുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ മത്സരിക്കും, അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു. പക്ഷേ ഔദ്യോഗിക നേതൃത്വത്തിന്, K സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിന് എന്തായാലും കൃഷ്ണദാസിനോട് വളരെ വലിയ താല്പര്യമാണ്. അദ്ദേഹം അവിടെ സ്ഥാനാർത്ഥി. അതിനു മുമ്പ് തന്നെ ഈ ശോഭാ സുരേന്ദ്രനെ സ്വാഗതം ചെയ്ത്, പാലക്കാടിന്റെ മണ്ണിലേക്ക് സ്വാഗതം ചെയ്തെന്ന് ഫ്ലെക്സ് ബോർഡുകളും പലയിടത്തും ഉയർത്തപ്പെട്ടു. അങ്ങനെ BJP ഒരു ഗ്രൂപ്പ് ശോഭാ സുരേന്ദ്രനും ഒരു ഗ്രൂപ്പ് കൃഷ്ണദാസിനും അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെ കൃഷ്ണദാസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞിട്ട് പിന്നീട് ചർച്ചയായത് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് വരുമോ എന്നാണ്. പിന്നെ പല നേതാക്കളും
അനുനയ ചർച്ചകൾ നടത്തിയ ശോഭാ സുരേന്ദ്രനെ അവിടെ എത്തിച്ചെങ്കിലും ഈ പാർട്ടിക്കുള്ളിൽ തർക്കം അപ്പോഴും തുടരുകയായിരുന്നു. പക്ഷെ എന്താണ്, സന്ദീപ് വാര്യരുടെ കാലുമാറ്റത്തോടു കൂടി വിഭാഗീയതയെല്ലാം പൂർണ്ണമായി തന്നെ മാറിയ ഘട്ടമാണ്. ഇദ്ദേഹത്തെ സന്ദീപ് വാര്യറിനെ ഇപ്പോൾ പൂർണ്ണമായി എതിർക്കുന്നത് ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളാണെന്നും ഓർക്കുക. ഇപ്പൊ പിന്നെ RSS കൂടെ അങ്ങ് കളത്തിലിറങ്ങി സജീവമായി. അതെ അതെ, അങ്ങനെയാണല്ലോ. കാരണം കൂടെ നിന്നൊരാൾ വലിയ ചതിയാണല്ലോ ചെയ്തിരിക്കുന്നത്. എന്തായാലും ഈ സന്ദീപ് വാര്യർ പോയ ദിവസം തന്നെ BJP അവിടെ ഒരു റാലി നടത്തിയിട്ടുണ്ട്. ആ ദിവസം വൈകുന്നേരം തന്നെ ഒരു റാലി നടത്തി നാരി ശക്തി എന്ന് പേരിട്ട മഹിളാ ശാക്തീകരണ യാത്രയാണ് അന്ന് നടത്തിയത്. ആയിരക്കണക്കിന് സ്ത്രീകളാണ് ആ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിലായിരുന്നു ആ റാലി നടന്നതെന്നാണ് അതിലെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം സന്ദീപ് വാര്യർ പാർട്ടി വിട്ട ദിവസം ശോഭാ സുരേന്ദ്രന്റെ നേതൃത്വത്തിൽ പാലക്കാട് നഗരത്തിൽ ആയിരങ്ങളെ പങ്കെടുപ്പിച്ച് പെൺകുട്ടികളും അതോടൊപ്പം തന്നെ മുതിർന്ന സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ കൃഷ്ണദാസിന് വേണ്ടി അവിടെ റാലി നടത്തിയിരിക്കുകയാണ്. ഈ കൃഷ്ണകുമാർ പാലക്കാടിന്റെ വികസനവും വനിതാ ശാക്തീകരണവും യാഥാർത്ഥ്യമാക്കാൻ കൃഷ്ണകുമാർ MLA ആകണമെന്ന് ആവശ്യപ്പെട്ടാണ് എന്തായാലും ശോഭാ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. എന്തായാലും RSSും അവിടെ നേരിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് ചില വിഭാഗീയത ഉണ്ടല്ലോ. കൃഷ്ണകുമാർ ഞാൻ മുൻപൊരു ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട്ടെ K സുരേന്ദ്രനാണ് കൃഷ്ണകുമാർ. അദ്ദേഹത്തിന് വലിയ ഗ്രൂപ്പിസം എല്ലാം അദ്ദേഹം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അദ്ദേഹത്തിന് കുറച്ച് യുവമോർച്ച പോരാളികളുണ്ട്. അവർക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ അവിടുത്തെ കൗൺസിലറാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ കൗൺസിലറാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ. അദ്ദേഹം അങ്ങനെ ബന്ധുക്കൾക്കും അദ്ദേഹത്തോട് കൂടെ നിൽക്കുന്നവരോട് മാത്രമാണ് കൂറ് പുലർത്തുന്ന ഒരു നേതാവും കൂടെയാണ് അദ്ദേഹം. പക്ഷെ അവിടെ നിന്നെല്ലാം മാറി ഈ സന്ദീപ് വാര്യറിനെ തിരിച്ചടി നൽകുക, സന്ദീപ് വാര്യർക്ക് തന്റെ RSSന്റെ ശക്തി എന്തെന്ന് തെളിയിക്കുക, BJPയുടെ ശക്തി എന്തെന്ന് തെളിയിക്കുക, സ്വന്തം ആശയത്തെ തള്ളിപ്പറഞ്ഞ സന്ദീപ് വാര്യറിന് തിരിച്ചടി കൊടുക്കുക എന്നതാണ് ഇപ്പോൾ BJPയുടെ പ്രധാന ലക്ഷ്യം. അതോടൊപ്പം തന്നെ ഈ SDPയും അവിടെ വോട്ട് പിടിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. പിന്നെ സന്ദീപ് വാര്യറുടെ ഈ പാണക്കാട് തങ്ങളുമായുള്ള സന്ദർശനം കെട്ടിപ്പിടിക്കുന്നു, ആഹാരം കഴിക്കാൻ കൊടുക്കുന്നു, അത്തരത്തിലുള്ള. കാരണം അദ്ദേഹമായിരുന്നു ഈ വലിയ വിമർശിച്ചുകൊണ്ട് ഈ സംഘടനയില്ല, പോപ്പുലർ ഫ്രണ്ടിനായാലും ഈ മറ്റ് മുസ്ലിം സംഘടനകളിലെ ആയാലും വലിയ വിമർശനം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നേതാവ് എത്ര പെട്ടെന്ന് ഇങ്ങനെ മാറുമെന്ന ചിന്തയും പാലക്കാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അത്തരത്തിൽ ഇത് കോൺഗ്രസിനും വലിയ തിരിച്ചടിയാണ്. കോൺഗ്രസും അവിടെ അവിടെ അഗ്രഹാരങ്ങളുണ്ടല്ലോ, അഗ്രഹാരങ്ങളിലെല്ലാം കോൺഗ്രസിന് നല്ല സ്വാധീനമുണ്ട്. കാരണം അവർ ഈ ഹിന്ദുത്വവും ക്ഷേത്രവും അങ്ങനെ ജീവിക്കുന്നവരാണ്. പക്ഷെ പൊതുവെ കോൺഗ്രസ് അങ്ങനെ ഒരു ചെറിയ മൃദു ഹിന്ദുത്വമായാലാണ് പാലക്കാട് മുന്നോട്ട് പോകുന്നത്. അതാണ് അടൂരിൽ നിന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ഇറങ്ങുമ്പോൾ തന്നെ മുഖത്ത് കുറി പ്രത്യക്ഷപ്പെട്ടത്. അത്തരത്തിലുള്ള ഒരു ഹിന്ദുത്വവുമായി അനുകൂലമുള്ള ഒരു മണ്ണിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സന്ദീപ് വാര്യറുടേതായാലും പിന്നെ കോൺഗ്രസിന്റെ ഈ SDPയുമായി സഖ്യം ചേരുന്ന ചില പ്രവർത്തനങ്ങളും സന്ദീപ് വാര്യറുടെ പാണക്കാട്ടെ സന്ദർശനമെല്ലാം വലിയ തിരിച്ചടി ഉണ്ടാക്കും. കാരണം പാലക്കാട് കാറ്റ് മാറി വീശുക തുടങ്ങിയിരിക്കുകയാണ്. അതെ അതെ, വലിയ തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുക. എന്തായാലും സന്ദീപ് വാര്യർ കാരണം BJP ഒറ്റക്കെട്ടായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ അവസാന ഘട്ടത്തിൽ നേരിടുകയാണ്. ചിലപ്പോൾ എല്ലാ തെരഞ്ഞെടുപ്പിലെ അവസാന ഘട്ടത്തെ അടിയൊഴുക്കുകളായിരിക്കും തെരഞ്ഞെടുപ്പിന്റെ വിജയപരാജയങ്ങൾ നിശ്ചയിക്കുക. അതിനാൽ തന്നെ ഈ അവസാന ഘട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്ന ഈ ഒരു മുൻകൈ ഉണ്ടല്ലോ, ഒരു മേൽക്കോയ്മ അവസാന ഘട്ടത്തിൽ നഷ്ടമായിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ പോലെ തന്നെ ശക്തമായ ത്രികോണ മത്സരത്തിലേക്ക് മാറുവാൻ പാലക്കാട്ടിലെ ജനങ്ങളും തയ്യാറായിരിക്കുകയാണ്.